ആടുജീവിതം എന്ന സിനിമ കാണാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഞങ്ങൾ ഇന്നലെ വീട്ടിൽ സംസാരിച്ചുള്ളൂ, ഞാൻ നീ തമ്മില കോമ്പറ്റീഷൻ. അപ്പൊ അത് ഒരാഴ്ച ഗ്യാപ്പിൽ വരുന്ന സിനിമയാണ്. എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ, എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും, അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. കാരണം അത് ചിലപ്പം ഒരു സിനിമ, ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗപ്പെടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ്. ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സിനിമയല്ല. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാമ്യം തോന്നരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത്. അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി കാരണം സെയിം ആൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി, അമ്മ, എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണും. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇത് ചെയ്തപ്പോഴും ശരി, മറ്റേതിൽ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് സരികയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ, എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്ന് പറയും നിങ്ങൾ തന്നെ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസ് കാണുന്നുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ സിനിമ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനൊരു സ്റ്റോറി സിനിമയായിട്ട് വരുമ്പോൾ എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്തുണ്ടായിരുന്നു? റിസ്ക് ഫാക്ടർ ഇൻ ദ സെൻസ് ആ സ്റ്റോറി എടുത്തതിലാണ്. ആ സ്റ്റോറി ഞങ്ങൾക്ക് അങ്ങനെ റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല. കാരണം അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ എനിക്ക് സബ്ജക്റ്റ് എടുത്തത്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മുടെ സിനിമകളിൽ, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു കഥയായിരിക്കും, ആളുകൾ പ്രേക്ഷകർക്ക് അത് പുതിയ അനുഭവമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരേ അഭിപ്രായമുള്ളതുകൊണ്ട് ഇങ്ങനത്തെ സിനിമ സംഭവിച്ചത്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ നമ്മുടെ സന്തോഷ് തിരുവിക്രമൻ എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ. മുമ്പത്തെ ഞങ്ങളുടെ വീണോട്ടത്തിലാണ് കുഞ്ഞുമണി ഹോസ്പിറ്റൽ എന്ന സിനിമയൊക്കെ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടുക ഒരു ടഫായിരുന്നു. കാരണം നമ്മളൊരു ഭയങ്കര പ്ലസൻറ്റ് മാസ് അങ്ങനത്തെ സിനിമകളൊന്നും അല്ല, വേറെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് അദ്ദേഹം ഇതിൽ വിശ്വസിച്ചു, ഈ സിനിമയിൽ വിശ്വസിച്ചു. ഈ പറയപ്പെടേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, അതാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് സിമിലർ നെയിംസ് നമുക്കിപ്പോൾ ഈ സീക്രട്ട് ഹോം ഫെമിലർ ആണ്, ചിലപ്പോൾ പല ഭാഷകളിൽ പലതരത്തിലൊക്കെ ആ നെയിം പറയപ്പെടുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ നെയിംസ് വരുന്നത്. പക്ഷേ ഈ സിനിമയുമായിട്ട് അതിനൊന്നും ബന്ധമുണ്ടാവില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ആണ് അത് പറയുന്നത്. ഓരോ കഥാപാത്രങ്ങളെ ലോക്കുന്ന രീതിയുണ്ട്. അപ്പോൾ തിരിച്ചറിയുന്ന അങ്ങനെയായിരിക്കാം. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ കഴിയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും? അല്ല, ഇപ്പോൾ ഫീനിക്സ് എന്നൊരു സിനിമയായിരിക്കും ലാസ്റ്റ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്തൊരു നല്ലൊരു ശതമാനം ഓഡിയൻസ് ഐഡൻറ്റിഫൈ ചെയ്തൊരു സിനിമ. ആ ക്യാരക്ടറോട് ഒരു ബന്ധവും ഈ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളോ കൊണ്ടോ ചേഷ്ടകളോ കൊണ്ടോ ഇല്ല. മാക്സിമം അതിനകത്ത് വേരിയേഷൻ ഉണ്ടാക്കാൻ അത് രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഫീനിക്സ് പോലെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നത്. ക്യാരക്ടർ ഭയങ്കര ചേഞ്ചാണ്. അപ്പം എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോശമായിട്ടൊക്കെ ഇത്രയും മോശമായിട്ടൊക്കെ പറ്റുമോ എന്നൊക്കെ അങ്ങനെ വല്ലതും അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് എന്നെ മോശമൊന്നുമല്ലല്ലോ, ആ ക്യാരക്ടർ മോശമൊന്നുമില്ലല്ലോ. അങ്ങനെ മോശക്കാരനാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഫീൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു, ഓരോരുത്തരും രക്ഷപ്പെട്ടു, അവരവരെ ഫീൽ ചെയ്യിപ്പിച്ചാൽ. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ ആരാ കൂടുതൽ മോശം, അത് ഇസ് വെരി റിലേറ്റീവ്. അതാണ് നേരത്തെ കല്ലേട്ടൻ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു ചെറിയ ഏരിയയാണ് ഇവർ കേരളത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റുമായി കണക്ട് ചെയ്തിട്ടൊരു ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പറയാം. ഒരു കോൺട്രവേഴ്സി സാധ്യതയില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സിനിമയല്ല, അല്ല കാര്യമില്ലേ. കോൺട്രവേഴ്സി യു എക്സ്പെക്ട് കോൺട്രവേഴ്സീസ് ഒന്നുമില്ല. പക്ഷേ പറയുന്നില്ല ശരി
അതൊരു സാധനം വരും. നല്ലൊരു ആക്ട്രസ് ആണ്, ഒരുപാട് സിനിമ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ടാലന്റ് യൂസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെ മലയാള സിനിമ അത്രയും ഉപയോഗിക്കുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ആക്ച്വലി എന്നോടല്ല, ഇവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വേണ്ടി ചോദിക്കാനായിട്ട്. ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ ശരിക്കും ഇങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് ആഗ്രഹിക്കുന്ന പോലെ ഒരു കഥാപാത്രം കിട്ടുന്നില്ല? അല്ല, ആഗ്രഹിക്കുന്ന പോലെ അല്ല, കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് 100% കൊടുത്തിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇപ്പം നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ആസ് എൻ ആക്ടർ നമ്മൾ എല്ലാ ഡയമെൻഷനിലും ചെയ്യണം എന്നാണല്ലോ വിചാരിക്കുന്നത്. അപ്പോൾ തമിഴിലാണ് കുറച്ചുകൂടെ എനിക്കൊരു പേഴ്സണലി ഒരു എക്സ്പെരിമെൻറ്റേഷനുള്ള സ്കോപ്പ് തമിഴിലാണെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മമരം എന്നൊക്കെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലവർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഒരു പോസിറ്റീവ് ഫീലാണ് മേ ബി പടം വരുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും. അല്ല, ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലി എന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, ആഗ്രഹിക്കുന്ന ഒരു ഫിലിമിലോട്ട് കയറാം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ചെയ്യാം, അങ്ങനെ വേണമെന്ന് വെച്ചാൽ കയറാൻ പറ്റും. പക്ഷേ സ്വന്തമായിട്ട് ഇങ്ങനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്നിട്ട് ശ്രമിക്കുന്ന ഒരു ആക്ടർ ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും വേണം ഇങ്ങനത്തെ ഒരു ഫിലിം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും സിനിമ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്ങനെ, അതായത് ഇന്ന ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണം വേണമെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് വെച്ചാൽ? അല്ല, അത് ഈ പറയുന്ന പോലെ ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. കാരണം അത് ചിലപ്പം ഒരു സിനിമ, ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗപ്പെടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി എന്ന് വന്നുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവർ പറയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്രയോ സിനിമകളോട് ചെയ്ത് കഴിയണമായിരുന്നു, അല്ലേ? അപ്പോൾ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗിൾ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അത് സത്യമാണ്. എപ്പോഴാണ് അവർ പറയുന്നത് പോലെ എൻ്റെ കരിയറിൽ വയസ്സ് നടക്കുമ്പോഴല്ലേ ഞാനും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, അവൻ പറയുന്നത് എന്തെങ്കിലും ഒരു അർത്ഥമൊന്നും മനസ്സിലാവും. ഇപ്പം അതങ്ങനെയല്ല. ഞാൻ ഇപ്പം ഏകദേശം 2012 ആദ്യത്തെ സിനിമ അഭിനയിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്ക് കുറേ നാൾ ഗ്യാപ്പ് വന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജ് തന്നെയാണ്. നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി, നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും. അതങ്ങനെ തന്നെയാണ്. അത് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടൊന്നുമല്ല. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ടോക്ക് ഉണ്ട്. കാരണം പുറത്തേക്കുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇന്ന ആളുടെ മോനാണ്, ഇന്ന ആളുടെ തെറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. പക്ഷേ അങ്ങനത്തെ ഒരു ഇത് ഒരുപാട് ടോക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. ടോക്കുകൾ നടക്കുന്നുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കിയാൽ പോരെ. അവർ എല്ലാവരും സിനിമ കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നതും വലിയ സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്നതൊന്നുമല്ലല്ലോ. എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ സ്ട്രഗിൾ ചെയ്ത് തന്നെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് മാത്രം സംഭവിക്കണം, അല്ലേ? സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമ ഫാമിലി എന്നുള്ള ആൾക്കാർ മാത്രം സിനിമയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. നടക്കും. ഇതിൽ കഥാപാത്രം ഈ പറയുന്ന ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അജീഷ് എന്ന് പറയുന്നൊരു IT പ്രൊഫഷണലാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് കണക്ട് ആവുന്ന ക്യാരക്ടേഴ്സാണ് ചന്തു ചെയ്യുന്നതും ശിവദ ഞാനും അപ്രൂവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടറിനെ പറ്റി അത്രയും പറയാൻ പറ്റുള്ളൂ. ബാക്കി അഞ്ചേട്ടാ, അപ്പോൾ ആടുജീവിതം അടുത്ത ദിവസം റിലീസ് ആകാൻ പോവാണ്. അതിൽ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആടുജീവിതം എന്ന സിനിമ കാണാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഞങ്ങൾ ഇന്നലെ വീട്ടിൽ സംസാരിച്ചുള്ളൂ. ഞാനും നീ തമ്മിൽ കോമ്പറ്റീഷൻ. അപ്പോൾ അത് ഒരാഴ്ച ഗ്യാപ്പിൽ വരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. എക്സ്പെക്ടേഷൻ ഭയങ്കര, കാരണം നമ്മൾ നോവൽ വായിച്ച് അതേപോലെ ഫീൽ ചെയ്ത ഒരു നോവലായിരുന്നു ആടുജീവിതം. അത് എത്രയോ വർഷം, 10 വർഷം മുന്നേ ഒക്കെ വായിച്ചതാണ്. അപ്പം അത്രയും നാളെടുത്ത് ഒരു ഡയറക്ടർ ഒരു 16 വർഷം സമയം കളഞ്ഞ് എത്രയോ വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കുന്ന ഒരു സിനിമ കാണാൻ എന്തായാലും നമ്മൾ എക്സൈറ്റഡ് ആണ്. അത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തന്നെയാണ്. എപ്പോഴേലും അമ്മ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുമായിട്ട് ആടുജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്? ഇല്ല, അതിൽ രാജുവിൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ്, ഉമ്മയുടെ ക്യാരക്ടറാണ് അമ്മ ചെയ്യുന്നത്. അത് നോവൽ വായിച്ച ആൾക്കാർക്ക് അറിയാം. ആ ഒരു ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ ഉള്ള കുറച്ച് സീക്വൻസുകളായിരിക്കും സിനിമയിൽ. അങ്ങനെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്.